ഹായ് എവ്രി വൺ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡ്രാക്കുള കാസിലേക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ചാനലിൽ കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഡ്രാക്കുള കാസിലേക്ക് കയറിയിട്ടില്ല. കയറുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കഥകൾ പറയണമെന്ന് തോന്നി. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ഡ്രാക്കുള എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും ഉള്ളതാണോ എന്നുള്ളത്. എനിക്കും ഇതേ ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ വരുന്നത് വരെ, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തെ പറ്റി ഞാൻ കൂടുതൽ അന്വേഷിക്കുന്നത് വരെ. അപ്പോൾ ഇതറിയാത്ത കുറേ ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ശരിക്കും റൊമേനിയ ഫുള്ള് പ്രേതങ്ങളുടെ നാടാണോ എന്നൊക്കെ. ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചതാണെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചു. അങ്ങനെയല്ല, ഇതിൻ്റെ പുറകെ കുറച്ച് കഥകളുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞ കഥകൾ ഇതറിയാത്ത ആൾക്കാരിലേക്ക് എത്തിക്കണം തോന്നി. എന്നിട്ട് നമുക്ക് ഡ്രാക്കുള കാസിൽ കണ്ടാൽ പോരെ. ഈ കൊട്ടാരത്തിനെ പറ്റി പറയാം. ഈ കൊട്ടാരം നിൽക്കുന്നത് ട്രാൻസിൽവാനിയ എന്ന് പറയുന്ന റീജിയനിലാണ്. ഇതിന് ചുറ്റും ഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ തന്നെ ഭയങ്കര ആൻഷ്യൻ ചാം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ലോകം മുഴുവൻ ഡ്രാക്കുളയുടെ കൊട്ടാരം എന്ന് ഫേമസ് ആയത്. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ദിസ് റിയലി ഡ്രാക്കുളാസ് കാസിൽ? ഓവർ ദി പാസ്റ്റ് സെഞ്ചുറി ഡ്രാക്കുള എന്ന പേരൊരു ലെജൻഡായി മാറി. വാമ്പയേഴ്സും ഗോത്തിക് കാസിൽസും ബ്ലഡ് തേഴ്സ്റ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഹോളിവുഡിൽ നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇതിൽ എത്ര സത്യമുണ്ട്? ഹു റിയലി വാസ് ഡ്രാക്കുള? 1897 ബ്രാം സ്റ്റോക്കർ എഴുതിയ നോവലാണ് ഡ്രാക്കുള. ഈ ഒരു ഡ്രാക്കുള എന്ന ക്യാരക്ടറിന് ഇൻസ്പിറേഷൻ ആയത് ഒരു റൂളറാണ്. ആ റൂളറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മീറ്റ് വ്ലാഡ് ദ ഇംപേലർ, വൺ ഓഫ് ദ ഹിസ്റ്ററീസ് മോസ്റ്റ് ബ്രൂട്ടൽ റൂളേഴ്സ്. ഇയാൾ കൊന്നത് 10-20 വിക്ടിംസിനെ അല്ല, 80,000-ഓളം ആൾക്കാരെയാണ് കൊന്നൊടുക്കിയത് എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. 1431 ട്രാൻസിൽവാനിയയിലെ സിഗിഷോറ എന്ന സ്ഥലത്താണ് വ്ലാഡിൻ്റെ ജനനം. വ്ലാഡിൻ്റെ അച്ഛൻ വ്ലാഡ് ഡ്രാക്കുൾ ഒരു സീക്രട്ട് സൊസൈറ്റിയിലെ മെമ്പറായിരുന്നു. ഓർഡർ ഓഫ് ദി ഡ്രാഗൺ എന്നാണ് അതിൻ്റെ പേര്. അതുകൂടാതെ റൊമേനിയയിലെ വലാക്കിയ എന്ന് പറയുന്ന ഏരിയയുടെ റൂളർ കൂടിയായിരുന്നു ഈ വ്ലാഡ് ഡ്രാക്കുൾ. റൊമേനിയയിൽ ഡ്രാക്കുൾ എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ എന്നാണ്. അപ്പോൾ ഡ്രാക്കുള എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ഡ്രാഗൺ. അങ്ങനെയാണ് ഡ്രാക്കുള എന്ന പേര് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. വ്ലാഡ് എങ്ങനെ ഇത്രയും ക്രൂരനായി എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? 11ാമത്തെ വയസ്സിൽ വ്ലാഡിനെയും ബ്രദർ റാഡുവിനെയും ഹോസ്റ്റേജസ് ആയിട്ട് ഓട്ടോമൻസ് എടുത്തു. ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും ചെറിയ പ്രായത്തിൽ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ടു. അതേപോലെ തന്നെ ഈ എനിമീസിൻ്റെ ഇടയ്ക്കേക്കാണ് ഇവർ പോകുന്നത്. എങ്ങനെയായിരിക്കും അവരുടെ ആ ട്രോമ ഉണ്ടാവുക? റാഡു അവരുമായിട്ട് അഡാപ്റ്റായി. പക്ഷേ വ്ലാഡിന് അങ്ങനെയായിരുന്നില്ല. അവന് ഓട്ടോമൻസിൻ്റെ അടുത്തുള്ള ദേഷ്യവും അവരോടുള്ള പകയും കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരുമായിരുന്നു. ഹി വാസ് ഓൾറെഡി ബിക്കമിങ് എ സ്റ്റോം. ഇയേഴ്സ് ആഫ്റ്റർ അവൻ്റെ അച്ഛൻ്റെ അസാസിനേഷനും ബ്രദറിൻ്റെ മരണവും എല്ലാം കൂടെ വ്ലാഡിനെ വല്ലാതെ തളർത്തിയിരുന്നു. വ്ലാഡ് അതുകൊണ്ട് തന്നെ വലാക്കിയയിലേക്ക് തിരിച്ചു പോവുകയും ഹി വോണ്ടഡ് ടു റൂൾ. ആൻഡ് അവന് ജസ്റ്റ് ഒരു റൂളിംഗ് മാത്രമായിരുന്നില്ല, ഹി വോണ്ടഡ് ടു റൂൾ വിത്ത് ഫിയർ. എല്ലാവരും പേടിക്കുന്ന ഒരു റൂളാകണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. അതെങ്ങനെയാണെന്ന് അവന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. യെസ്, ഹിസ് ഫേവറേറ്റ് മെത്തേഡ്, ഇംപെയിൽമെൻറ്റ്. അത് ജസ്റ്റ് ഒരു എക്സിക്യൂഷൻ ആയിരുന്നില്ല, അതൊരു സൈക്കോളജിക്കൽ വാർഫെയർ തന്നെയായിരുന്നു. വ്ലാഡ് ഒരു ഹ്യൂജ് വുഡൻ സ്റ്റേക്സ് വെച്ചിട്ട് വിക്ടിംസിൻ്റെ ബോഡിയിലേക്ക് കുത്തിയിറക്കുകയായിരുന്നു പതിവ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ചില ആൾക്കാരുടെ മരണം സ്ലോലി ആയിരിക്കും നടക്കുക. ചിലപ്പോൾ മണിക്കൂറുകളാകാം, ചിലപ്പം ദിവസങ്ങളാകാം. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലപ്പെടുക എന്നൊക്കെ നിങ്ങൾ കേട്ടു. വ്ലാഡ് ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ഇരുന്നിട്ടാണെന്നൊക്കെ ഹിസ്റ്ററി പറയുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കുക, എത്ര ബ്രൂട്ടലായിരുന്നു അദ്ദേഹം എന്ന്. ഇത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു റൂളറിൻ്റെ മരണം ഒരിക്കലും ഒരു നോർമൽ രീതിയിലായിരിക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരുപാട് ശത്രുക്കളെ ഈ വ്ലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഹിസ്റ്ററിയിൽ പറയുന്നത് 1476 അല്ലെങ്കിൽ ഏർലി 1477 ആണ് വ്ലാഡിൻ്റെ മരണം നടക്കുന്നത്. അതൊരു ബാറ്റിൽ സമയത്താണ്. ബുക്കാറസ്റ്റിൻ്റെ അടുത്ത് ഒരു ബാറ്റിൽ നടക്കുന്ന സമയത്താണ് വ്ലാഡിൻ്റെ മരണം സംഭവിക്കുന്നത്. ആൻഡ് ഹി വാസ് ഫൈറ്റിംഗ് ടു റീഗെയിൻ ദ ത്രോൺ ഓഫ് വലാക്കിയ. ഇത് ഹംഗേറിയൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയായിരുന്നു ഈ ഒരു ബാറ്റിൽ നടക്കുന്നത്. പക്ഷേ ഈ ബാറ്റിലിൻ്റെ ഇടയ്ക്ക് ഈ ഹിസ്റ്ററിയിൽ പറയുന്ന 2 തരത്തിലാണ്. ഐദർ ഹി വാസ് കിൽഡ് ബൈ ഓട്ടോമൻസ് ആണ് കൊല ചെയ്യുന്നത്. മറ്റൊരു കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വ്ലാഡിൻ്റെ തന്നെ ആർമീനോട് ആക്സിഡൻ്റലി എനിമീസ് ആണെന്ന് വിചാരിച്ചിട്ട് വ്ലാഡിനെ കൊന്നുപോയിരുന്നു. അതെങ്ങനെ പോസിബിൾ ആവും എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതൊക്കെ കറക്റ്റ് ചെയ്താണ് കഥ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് പോകേണ്ടി വരും. അന്ന് ജീവിച്ചിരുന്ന ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് 2 തരത്തിലാണ് ഈ കഥ. മേ ബി വ്ലാഡിൻ്റെ ആർമിയിൽ തന്നെ ബിട്രയേഴ്സ് ഉണ്ടാവാം, ആൾക്കാർ ചാരന്മാരുണ്ടായേക്കാം, അറിയില്ല.
പിന്നെ അതിനുശേഷം വ്ലാഡിൻ്റെ തല വെട്ടിയെടുത്ത് എനിമി ആയിട്ടുള്ള സുൽത്താൻ മെഹമ്മദ് സെക്കൻഡിന് പ്രൂഫായിട്ട് കൊണ്ടുകൊടുത്തു എന്നൊക്കെയാണ് ഹിസ്റ്ററി പറയുന്നത്. ഈ വ്ലാഡിൻ്റെ കഥയാണ് ബ്രാം സ്റ്റോക്കർ എഴുതി ചിത്രീകരിച്ച ഡ്രാക്കുളയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം. ഇദ്ദേഹം ഒരു വാമ്പയർ അല്ല, ശരിക്കും അതിലും കൂടുതൽ, അതുക്കും മേലെ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ബ്രൂട്ടലായിട്ടുള്ള വാമ്പയേഴ്സ് പോലും പേടിച്ചു പോകുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഈ വ്ലാഡ് ദ ഇംപെയിലർ. വ്ലാഡിന് ഡ്രാക്കുള എന്ന പേരും കൂടെ ഉണ്ടായിരുന്നല്ലോ, സൺ ഓഫ് ഡ്രാഗൺ എന്നറിയപ്പെട്ടിരുന്നല്ലോ. പക്ഷേ മോഡേൺ റൊമേനിയയിൽ ഡ്രാക്കുള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവിൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഈ ബ്രാം സ്റ്റോക്കറിന് ഈ ഒരു പേര് ഭയങ്കര മിസ്റ്റീരിയസും പവർഫുള്ളായിട്ട് ഫീൽ ചെയ്തു. ഈ വ്ലാഡിൻ്റെ ഫുൾ ഹിസ്റ്ററി അറിഞ്ഞില്ലെങ്കിൽ ഈ ഒരു പേര് തൻ്റെ പുസ്തകത്തിന് ഇടാമെന്ന് ബ്രാം സ്റ്റോക്കർ തീരുമാനിക്കുകയായിരുന്നു. സംഭവം ഈ ബ്രാം സ്റ്റോക്കറോ ഈ വ്ലാഡോ ഈ ബ്രാൻ കാസലിൽ വന്നിട്ടില്ലെങ്കിലും ഹിസ്റ്ററി പറയുന്നത് ഈ ബ്രാം സ്റ്റോക്കർ എഴുതിയ കഥകളിൽ പറയുന്ന കൊട്ടാരം ഏകദേശ രൂപം ഈ ബ്രാൻ കാസിൽ പോലെ ഉള്ളതുകൊണ്ട് പിന്നെ ടൂറിസം ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ഒരു ബ്രാൻ കാസിൽ ഡ്രാക്കുള കാസിലാക്കി മാറ്റി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താല്ലേ, ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ കഥകളാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. ഈ വീഡിയോ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് ഇരുന്ന് ഹിസ്റ്ററി പറയാൻ നോക്കിയാൽ ഇത് ഹിസ്റ്ററി ക്ലാസ് ആയിപ്പോവും. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഈ കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഡ്രാക്കുള കാസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കഥകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.